ഊർജം സമ്പാദിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ഒരു മനുഷ്യനിക്ക് സാധിക്കാം. അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ അവൻ ആദ്യമായിട്ട് അവൻ്റെ ഈമാനിനെ ശരിപ്പെടുത്തണം. അതാണ് മഹാന്മാർ പറഞ്ഞത്, ഇല്ലാ ബി ഈമാനിൻ സഹിയും, സഹിയായ ഈമാനാണ്. ഈമാനിനെ ശരിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ ഈമാൻ ഹൃദയത്തിൽ വന്ന് അത് വികസിക്കാൻ പറ്റിയതായ സ്വഭാവമാവണം ഹൃദയത്തിലുണ്ടാവേണ്ടത്. ഹൃദയം ഏതെങ്കിലും നിലക്കുള്ള മോശമായ സ്വഭാവങ്ങളെ കൊണ്ടോ മറ്റോ അതിന് ഇരുളടഞ്ഞൊരു ഹൃദയമാണെങ്കിൽ ഈമാൻ്റെ പവർ അവിടെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ചെയ്ത ദൗത്യം അതായിരുന്നു. സഹാബത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളെ പൂർണ്ണമായും കൊണ്ട് ദൂരീകരിച്ചു, ഉയർന്ന സ്വഭാവങ്ങളെ ആ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചു, അതിനവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തു. അതിനാവശ്യമാവുന്ന പ്രവർത്തനമായിരുന്നു റസൂലുള്ളാഹി നടത്തിയത്. കാരണം ഈമാനിനെ വികസിപ്പിച്ചെടുക്കാൻ എന്നാലേ സാധിക്കുള്ളൂ. ഈമാൻ അത് വികസിച്ച് വലുതായി ഈമാൻ വളരണം. അത് വളരുന്ന ഒരു സാധനമാണ്. അൽ ഈമാൻ യസീദു വ യൻഖുസ്, അത് വളരും, അത് ചുരുങ്ങും ചെയ്യും. അപ്പോൾ അത് ഈമാനിനെ വളർത്തിയെടുക്കാൻ ആവശ്യമാവുന്ന കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ആ സംഗതിയാണ് ഈമാൻ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഈമാനിനെ അത് വികസിപ്പിച്ച് വളർത്താൻ പറ്റിയ സൗകര്യങ്ങൾ ഹൃദയത്തിലുണ്ടാവണം. ആ നിലയ്ക്ക് ഈമാനിനെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. എന്താണ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ അഫ്ആലുകളെ കൊണ്ടൊക്കെ വിശ്വസിക്കുക. ഇതൊക്കെ വിശ്വസിക്കേണ്ടതായ ആ സ്വഭാവം അനുസരിച്ച് ആവണം, അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാവണം അള്ളാഹുവിൻ്റെ മലായിക്കത്ത്, അള്ളാഹുവിൻ്റെ അംബിയാ, അള്ളാഹുവിൻ്റെ കിതാബുകളൊക്കെ. ഇതൊക്കെ ഈ നിലക്ക് സഹിയായ ഈമാൻ ഉണ്ടാവണം. വഅഖീദത്തിൻ സാബിതത്തിൻ. മറ്റൊന്ന് ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ 3-4 നൂറ്റാണ്ടിലുള്ള അന്ന് അംഗീകരിക്കപ്പെട്ടതായ അഖീദയാവണം. ഇപ്പോൾ സഹാബത്ത് പറയാറുണ്ടായിരുന്നു, കുന്നാ നുഫദ്ദിലു ബഅ്ദനാ അലാ ബഅ്ദ്. ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫദ്ലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കലുണ്ടായിരുന്നു. ഫനുഫദ്ദിലു അബൂബക്കർ അലാ ഉമർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠവാനാണെന്ന് വിശ്വസിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളേക്കാൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അലി റളിയല്ലാഹു. ഇങ്ങനെ വിശ്വസിക്കണം. ഇത് നമ്മുടെ ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ട ഒന്നാണ്. ലോകത്ത് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രേഷ്ഠവാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്ന് വിശ്വസിച്ചു.